ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഭൂമിയിലെ കൊച്ചു ജീവിതം എങ്ങനെ അനുഗ്രഹപൂർണ്ണമാക്കാം, എങ്ങനെ ഐശ്വര്യപൂർണ്ണമാക്കാം എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് വളരെ ചുരുങ്ങിയ ഒരു ജീവിത കാലഘട്ടം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വചനമാണ്. വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ളൂ. ഒരു മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ നിർവചനമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം. ജ്ഞാനം 15:8. അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് മനുഷ്യൻ. അല്പകാലം മാത്രമേ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ളത്. ഈ ജീവിതം അനുഗ്രഹപൂർണ്ണമാകണം, ഐശ്വര്യപൂർണ്ണമാകണം. ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ അവകാശികളാകണം. അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത്. 8000-ൽ പരം വാഗ്ദാനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ദൈവമക്കളാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമ്മൾ അവകാശികളുമാണ്. ഇന്നും അനേകരുടെ ജീവിതം പരിശോധിച്ചാൽ കാണുന്നത് ഒത്തിരി കഷ്ടപ്പെടുന്നവരുണ്ട്, രാപ്പകൽ കഷ്ടപ്പെടുന്നവർ. ഞാനും ഒരു കാലത്ത് ഒത്തിരി കഠിനാധ്വാനം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. ദൈവത്തെ അറിയാത്തൊരു കാലം, ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞിരുന്നൊരു കാലം. ഞാൻ ഓർക്കുകയാണ്, മംഗലാപുരത്തായിരുന്നപ്പോൾ ഞാൻ റെയിൽവേയിൽ ഒരു സിവിൽ കോൺട്രാക്ടറായിരുന്നു. മംഗലാപുരത്തായിരിക്കുമ്പോൾ ട്രാക്ക് വർക്ക് ഉണ്ടായിരുന്നു, റെയിൽവേ ട്രാക്ക് വർക്ക്. 8 കിലോമീറ്റർ ദൂരം റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നു. മാംഗ്ലൂർ കങ്കനാടി ആ ലൈൻ, ഇന്ന് ബോംബെക്കുള്ള റെയിൽ റൂട്ട് അതിലെയാണ്. അന്ന് വണ്ടി ഒന്നും പോകാത്ത സ്ഥലമാണ്, നമ്മുടെ മോട്ടോർ വെഹിക്കിൾസ് ഒന്നും പോകാത്ത സ്ഥലമായിരുന്നു. അതുകൊണ്ട് നടക്കുക തന്നെ വേണം. ഈ 8 കിലോമീറ്റർ ദൂരം ഞാൻ നടക്കുമായിരുന്നു. 8 കിലോമീറ്റർ ദൂരം നടന്ന് അങ്ങേ തലക്കെത്തി ക്ഷീണിച്ച് കുറച്ച് നേരം വിശ്രമിച്ച് വീണ്ടും 8 കിലോമീറ്റർ ദൂരം തിരിച്ചു നടക്കണം. അങ്ങനെ ഒരു ദിവസം 16 കിലോമീറ്റർ ദൂരമെല്ലാം നടന്നിരുന്നു. പക്ഷെ നടന്നത് മാത്രം മിച്ചം, കഷ്ടപ്പാട് മാത്രം മിച്ചം. ഒരു മേൽഗതിയും പുരോഗതി ഇല്ലാത്ത കാലഘട്ടമൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ് പ്രിയമുള്ളവരെ. ഇന്നും ചില ജീവിതങ്ങളെല്ലാം പരിശോധിച്ച് കാണുന്നത് ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെടുന്നവരുണ്ട്. ഈ കുടം കമത്തി വെള്ളം ഒഴിക്കുന്നൊരവസ്ഥ, ഒരു പുരോഗതിയില്ല. ഈ വെള്ളത്തിൽ വരച്ച വരമാതിരിയുള്ളൊരു കുറേ ജീവിതങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ, അത് പറയാനേ നമുക്ക് സമയം ഇവിടെ ഉള്ളൂ. ആദ്യമേ വേണ്ടത്, നമുക്ക് നഷ്ടപ്പെട്ട ദൈവബന്ധം നമ്മൾ തിരിച്ചെടുക്കണം. നമ്മൾ ദൈവത്തിൽ നിന്ന് കുറേ അകന്നു പോയിട്ടുണ്ട്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും എന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 59-ാമത്തെ അധ്യായത്തിൽ 1-2. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും എന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന എൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് കർത്താവ് മുഖം തിരിച്ചു കളയുന്നു. 1 പത്രോസ് 3:12 വചനമാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ കരമുയർത്തുമ്പോൾ ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്നും മറച്ചു കളയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:15 വചനമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയുള്ളൂ. ജീവിത വിജയത്തിന് സഹായമായ ഒരു സത്യം ദൈവം നമുക്ക് പറഞ്ഞു തരികയാണ് ജോഷുവ 3:5 നമ്മൾക്ക് ഒത്തിരി കേട്ടിട്ടുള്ള വചനമാണ്, സുപരിചിതമായ വചനം തന്നെയാണത്. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്.
ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതിന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറാകുക. ഇനി നിൻ്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെടാനുണ്ടോ? നീ നിൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? മറ്റുള്ളവരുമായിട്ടുള്ള നിൻ്റെ ബന്ധം എങ്ങനെയാണ്? ദൈവം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും അശുദ്ധികൾ നിൻ്റെ ഹൃദയത്തിലുണ്ടോ? എന്തെങ്കിലും ആസക്തികളുണ്ടോ? ദൈവത്തേക്കാൾ ഉപരിയായിട്ട് നീ മറ്റാർക്കെങ്കിലും വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ മൂല്യങ്ങൾക്കോ നീ നിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? എങ്കിൽ അതെല്ലാം നീ വിട്ടുപേക്ഷിക്കാൻ തയ്യാറാകുക. എല്ലാ അശുദ്ധികളും വിട്ടുപേക്ഷിക്കാൻ തയ്യാറാകുക. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുകയും. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഒരു രോഗിയെ സുഖപ്പെടുത്താൻ കർത്താവിന് ഒരു നിമിഷം മതി കിട്ടും. എത്രയോ സംഭവങ്ങൾ നമ്മൾ വായിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു. ദരിദ്രനെ സമ്പന്നാക്കാൻ കർത്താവിന് ഒരു നിമിഷം. പ്രഭാഷകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വചനമാണ്. ഒരിക്കൽ ധ്യാനത്തിന് കടന്നു വന്ന ഒരു സഹോദരനെ ഓർമ്മിക്കുകയാണ് പ്രിയമുള്ളവരെ. 36 ലക്ഷം രൂപ കടബാധിതമായി വന്ന ഒരു വ്യക്തിയാണ്. 36 ലക്ഷം രൂപ. ജീവിതം മുഴുവനും കഷ്ടപ്പെട്ടാൽ ആ കടം വീട്ടാൻ നിവൃത്തിയില്ല. അതിനുള്ള വരുമാനം മറ്റു മാർഗങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ ഒരേ ഒരു പോംവഴിയുള്ളൂ, ആത്മഹത്യ. ആത്മഹത്യ ചെയ്യാനുള്ള ആ ചിന്തയുമായിട്ട്, ആ തീരുമാനമായിട്ടൊക്കെയാണ് അദ്ദേഹം ധ്യാനം കൂടാൻ വന്നത്. ആ വ്യക്തി കേട്ട തിരുവചനം ഇതാണ്: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നാളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. സ്നേഹമുള്ളവരെ, ധ്യാനത്തിന് ഈ കുരിശൻ ചുവട്ടിലൊരു പ്രാർത്ഥനയുണ്ട്, തിരുരക്തത്തിൻ്റെ പ്രാർത്ഥന, വിശുദ്ധീകരണ പ്രാർത്ഥന. ഈ വ്യക്തി കുരിശൻ ചുവട്ടിൽ വന്നിട്ട് അനുതാപത്തോടെ കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് അനുദപിച്ചു. പാപങ്ങളെല്ലാം ഈശോയോട് നേരിട്ട് ഏറ്റു പറഞ്ഞു. പിന്നീട് കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു. ഇതാ ആ വ്യക്തി തന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറായപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതം എന്താണെന്നറിയാമോ? ഇദ്ദേഹത്തിൻ്റെ ഒരു ആൻറ്റി ഇംഗ്ലണ്ടിലെ നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്നു. റിട്ടയർഡായി, വിധവയായി. ഇതാ മക്കളില്ലാത്ത അവസ്ഥ. റിട്ടയർഡായി, അപ്പോൾ ഭർത്താവുമില്ല, മക്കളില്ല. ഇഷ്ടംപോലെ സമ്പത്ത് അവർക്കുണ്ടായിരുന്നു. അവർ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. അവരെ സ്വത്ത് മുഴുവൻ അവരെ പ്രിയപ്പെട്ട ബന്ധുക്കളുടെ പേരിലേക്ക് എഴുതി വെച്ചു. വിൽപ്പത്രം എഴുതി തയ്യാറാക്കി. അങ്ങനെ എഴുതി വെച്ചവരുടെ കൂട്ടത്തിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഈ സഹോദരൻ്റെ പേരിൽ 40 ലക്ഷം രൂപയാണ് അവർ എഴുതി വെച്ചത്. 40 ലക്ഷം രൂപ. ഇദ്ദേഹത്തിൻ്റെ കടബാധ്യത 36 ലക്ഷം രൂപ. ഞാൻ അതാണ് പറഞ്ഞത് പ്രിയമുള്ളവരെ, ദരിദ്രനെ സമ്പന്നാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലാണ് ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു വിശുദ്ധീകരണ അനുഭവത്തിലൂടെ ദൈവമായിട്ട് അനുരഞ്ജനപ്പെടുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത്ഭുതം പ്രവർത്തിക്കും. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാന വചനമാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, ഇതാ ഒത്തിരി കഷ്ടപ്പെടുന്ന ജീവിതങ്ങൾ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. 127-ാം സങ്കീർത്തനത്തിൽ 2-ാമത്തെ വചനം, അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കുന്നതും കഠിനാധ്വാനം ചെയ്ത് ഉപജീവനം നടത്തുന്നതും വ്യർത്ഥമാണെന്ന്. എന്നാൽ തുടർന്നുള്ള വാക്യം കൂടി ശ്രദ്ധിച്ചേ. 127-ാം സങ്കീർത്തനത്തിൽ 2-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗത്ത്, തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ആരാണ് തൻ്റെ പ്രിയപ്പെട്ടവർ? നല്ലൊരു വിശുദ്ധീകരണ അനുഭവത്തിലൂടെ ദൈവമായിട്ട് അനുരഞ്ജനപ്പെട്ട് പ്രാർത്ഥന വഴി ദൈവമായിട്ട് ചേർന്നിരിക്കുന്ന വ്യക്തി, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ വ്യക്തി, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തി, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന വ്യക്തി, അവരാണ് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ. അവർക്ക് ആ കഠിനാധ്വാനത്തിൻ്റെ ആവശ്യമില്ല. അവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ആദ്യമേ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് വ്യക്തിപരമായ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തെ ഇടപെടും. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരെ നേരെ, കർത്താവിൻ്റെ കാതുകൾ അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെ തുറന്നിരിക്കുന്നു എന്നാണ് പത്രോസ്ലിയുടെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 1 പത്രോസ് 3:12. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരെ നേരെ, കർത്താവിൻ്റെ കാതുകൾ അവരെ പ്രാർത്ഥനകൾക്ക് നേരെ തുറന്നിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയമായിട്ട് തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുക. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയണം.
ദൈവ ചൈതന്യം നിറയണം. അപ്പോഴാണ് നമ്മൾ വരപ്രസാദ അവസ്ഥയിലേക്ക് വരുന്നത്. പൗലോസ്ലീഹ എഫെസസിലെ സഭാമക്കൾക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 20-21 വചനം, എഫെസസ് 3:20-21 വചനം, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിന് സഭയിലും ക്രിസ്തുവിലും മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ള എല്ലാ അനുഗ്രഹങ്ങളും യേശു ക്രിസ്തു വഴി സഭ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ്. എല്ലാ അനുഗ്രഹങ്ങളും ആദത്തിൻ്റെ പാപം മൂലം സ്വർഗം കൊട്ടി അടയ്ക്കപ്പെട്ടതാണ്, പറുദീസ് അടയ്ക്കപ്പെട്ടതാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണം വഴി അത് തുറക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് യേശു ക്രിസ്തു വഴി സഭ വഴിയാണെന്ന സത്യം തിരിച്ചറിയുക. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ, ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ വചനം തരുന്ന വാഗ്ദാനം ഇതാണ്: നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ദൈവം ചെയ്തു തരും. പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ഐശ്വര്യം എന്ന് പറയുമ്പോൾ കുറേ സമ്പത്തും ധനവും മാത്രമല്ല. അത് സമാധാനം, സന്തോഷം, പ്രത്യാശ, ആരോഗ്യം, നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യം, ഈ ലോക ജീവിതത്തിന് അപ്പുറത്തെക്കുറിച്ചുള്ള ആ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം, ഇതെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. അനുതാപം. പ്രിയമുള്ളവരെ, ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിന് ആദ്യം തന്നെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയണം. അങ്ങനെയാണെങ്കിൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും കൂടുതലായിട്ടുള്ള സമാധാനവും സന്തോഷവും പ്രത്യാശയും ധൈര്യവും ആരോഗ്യവും സമ്പത്തും മറ്റ് ആത്മീയമായ പല അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരാനായിട്ട് തയ്യാറാണ്. ആദ്യം നമ്മൾ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കല്ലേ. ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്. കാരണം ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 1 യോഹന്നാൻ 5:14 വചനമാണ്. 1 യോഹന്നാൻ 5:14. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നാം എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. 1 യോഹന്നാൻ 5:14 മനസ്സിൽ കുറിച്ചിടുക. ജീവിതം അനുഗ്രഹപൂർണ്ണമാകണമെങ്കിൽ, നമ്മൾ തലമുറകൾക്ക് അനുഗ്രഹമാണെങ്കിൽ, ഇതാ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം, പരിശുദ്ധാത്മാവ് നിറയണം. നമ്മൾ എന്താണ് ആദ്യം ചോദിക്കേണ്ടത്? അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നാം എന്തെങ്കിലും ചോദിച്ചാൽ, അതാണ് വചനം. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാചന എന്തായിരിക്കും? ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ പ്രാർത്ഥന നിയോഗം എന്തായിരിക്കും? ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാനല്ല ഈശോ ആദ്യം ആവശ്യപ്പെടുന്നത്, പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കാനാണ്. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായിട്ടുള്ള പ്രാർത്ഥന അതാണ്. നാം എന്തെങ്കിലും ചോദിക്കണം. കാരണം ദൈവപിതാവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്വർഗീയ ദാനം പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ സമൃദ്ധിയിൽ നൽകുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11:13 തിരുവചനമാണത്. അപ്പോൾ പിതാവായ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഇനി പുത്രൻ തമ്പുരാൻ പിതാവിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരാൻ ആഗ്രഹിക്കുന്ന ദാനം ഏതാണ്? അതും പരിശുദ്ധാത്മാവാണ്. അത് നമ്മൾ കാണുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വചനമാണ്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും, അങ്ങനെയാണ് ആ വചനം. യോഹന്നാൻ 14:16. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരും. എന്നേക്കുമായിട്ടാണ് ഇത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. തൽക്കാലത്തേക്കല്ല, ഇടക്കാലത്തേക്കല്ല, കുറച്ചു കാലത്തേക്ക് മാത്രമല്ല. അത് എന്നേക്കും നമ്മുടെ കൂടെയായിരിക്കുന്ന സഹായനായ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് വേണം എങ്കിൽ എല്ലാ മേഖലകളിലും നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയണം. ദൈവമാത്മാവിനെ സമൃദ്ധിയിലാണ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:34 നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 3:34, ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നതെന്ന്. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തരാൻ ആഗ്രഹിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ ചോദിക്കണം, നമ്മൾ അതിനുവേണ്ടി കൊതിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പൂരിതരാകുവേ.
അതാണ് തിരുവചനം. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നാം എന്തെങ്കിലും ചോദിക്കണം. പ്രിയമുള്ളവരെ, മക്കളില്ലാത്ത ദമ്പതികൾ അവർ എന്തിനു വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുക? ഒരു കുഞ്ഞിന് വേണ്ടി അവർ പ്രാർത്ഥിക്കും. രോഗികൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. വീടില്ലാത്തവർ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊന്നും പ്രാർത്ഥിക്കേണ്ടെന്നല്ല ദൈവം പറയുന്നത്. ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഒരു കുഞ്ഞിന് വേണ്ടിയോ വിവാഹം നടക്കാനോ വീട് പണി തീർക്കാനോ ഒന്നിനുമല്ല. ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥനയിൽ സംപ്രീതനാകുന്നു. പരിശുദ്ധാത്മാവിനോടൊപ്പം മറ്റ് പല ദാനങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകി നമ്മൾ ദൈവം അനുഗ്രഹിക്കുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 ദിനവൃത്താന്തം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് സോളമനെ. സോളമൻ രാജാവായി ഉടനെ സോളമൻ എന്താണ് ചെയ്യുന്നറിയാമോ? ജനങ്ങളെല്ലാം ഗിബെയോനിൽ ഒരുമിച്ച് കൂട്ടി നന്ദി സൂചകമായിട്ട് ദൈവത്തിന് 1000 ദഹനബലികൾ അർപ്പിച്ചു. 1000 ദഹനബലികൾ അർപ്പിച്ചു. അതിൽ ദൈവം സംപ്രീതനായി. ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോൾ ദൈവം സംപ്രീതനായി. ദൈവം ആ രാത്രി സോളമന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സോളമനോട് ചോദിച്ചു, നിനക്ക് എന്തു വരമാണ് വേണ്ടത്? നിനക്കെന്തു വരമാണ് വേണ്ടത്? സോളമൻ ദൈവത്തോട് പറഞ്ഞു, അസംഖ്യമായ ഈ ജനത്തെ ഭരിക്കാൻ, ഇവരെ നയിക്കാൻ അതിനാവശ്യമായ ജ്ഞാനവും വിവേകവും അങ്ങ് നൽകി എന്നെ അനുഗ്രഹിക്കണേ. സോളമൻ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ചോദിച്ചത്. സമ്പത്തിന് വേണ്ടിയോ ധനത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ശത്രു നിഗ്രഹത്തിന് വേണ്ടിയിട്ടോ ദീർഘായുസിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല പ്രാർത്ഥിച്ചതും ചോദിച്ചതും. സോളമൻ ചോദിച്ചത് ജ്ഞാനത്തിന് വേണ്ടി, വിവേകത്തിന് വേണ്ടി. അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ് സോളമൻ പ്രാർത്ഥിച്ചത്. അതാണ് ചോദിച്ചത്, നിയോഗം വെച്ചത്. ദൈവം സോളമനെ, പ്രിയമുള്ളവരെ, സമൃദ്ധിയിലാണ് അനുഗ്രഹിച്ചത്. പരിശുദ്ധാത്മാവിനെ നൽകി, ജ്ഞാനം നൽകി, വിവേകം നൽകി, അതുപോലെ തന്നെ ഇഷ്ടം പോലെ സമ്പത്തും ധനവും എല്ലാം നൽകി സോളമനെ ദൈവം അനുഗ്രഹിച്ചു. സ്നേഹമുള്ളവരെ, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നാം എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഒരു രോഗി ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ ഒരുപക്ഷെ രോഗസൗഖ്യം സംഭവിക്കും. കാരണം പരിശുദ്ധാത്മാവ് സൗഖ്യത്തിൻ്റെ ആത്മാവാണ്. രോഗശാന്തി കിട്ടിയേക്കാം. അല്ലെങ്കിൽ ആ രോഗം സഹിക്കാനുള്ള ശക്തി, ആ രോഗം ദൈവകാര്യങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ആ ഒരു കൃപ ആ വ്യക്തിക്ക് കിട്ടുന്നു. മക്കളില്ലാത്ത ദമ്പതികൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിൻ്റെ ദാനമാണ് മക്കളെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ദാതാവിന് വേണ്ടിയിട്ടാണ്, ദാനത്തിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുമ്പോൾ, ഒന്നുകിൽ കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വന്നപ്പോഴാണ് ഈശോ ജനിച്ചത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഒന്നുകിൽ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കും, അല്ലെങ്കിൽ ആ കുഞ്ഞില്ലാത്ത വേദന ആ ദമ്പതികളിൽ നിന്ന് ദൈവം എടുത്തു മാറ്റും. ദൈവം എന്താണ് തീരുമാനിച്ചതെന്ന് നമുക്കറിയില്ല. അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി നാം എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അപ്പോൾ ദൈവാനുഗ്രഹത്തിലേക്ക് വരണമെങ്കിൽ, ദൈവാനുഭവത്തിലേക്ക് വരണമെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ, നമ്മൾ തലമുറകൾക്ക് അനുഗ്രഹങ്ങളായിട്ട് മാറണമെങ്കിൽ, നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 1, വ്യക്തിപരമായ വിശുദ്ധീകരണം. 2, വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയണം. അങ്ങനെ ആ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ചോദിച്ചാൽ ദൈവം മറ്റെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് തരും. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ജീവൻ, അതായത് പാപം മൂലം നമുക്ക് നഷ്ടപ്പെട്ട ദൈവിക ജീവനുണ്ട്. ആ ജീവൻ്റെ സമൃദ്ധി പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കിട്ടുന്നു. അങ്ങനെ നമ്മുടെ ആത്മാവ് വരപ്രസാദ അവസ്ഥയിലേക്ക്, ക്ഷേമസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. യോഹന്നാൻ ശ്ലീഹ തൻ്റെ 3-ാമത്തെ ലേഖനത്തിൽ, യോഹന്നാൻ 3 2-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സഭാശ്രേഷ്ഠനായ യോഹന്നാൻ ശ്ലീഹ താൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഗായുസിനോട് പറയുന്ന ഒരു വാക്യമാണത്. ഗായുസേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്ന പോലെ നിനക്കെല്ലാ കാര്യങ്ങളിലും ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
ഗായുസിനോട് പറയാണ്, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരു വ്യക്തിയുടെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ ആകുന്നത് എപ്പോഴാണ്? ആ വ്യക്തിപരമായ വിശുദ്ധീകരണത്തിലൂടെ കടന്നുപോയി വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് വരപ്രസാദ അവസ്ഥയിലും ക്ഷേമസ്ഥിതിയിലായിരുന്നു. ഈശോ പറഞ്ഞല്ലോ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ്. അങ്ങനെ ക്ഷേമസ്ഥിതിയിലായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും. പ്രിയമുള്ളവരെ, അവർ വീടിനും ഇടവയ്ക്കും ദേശത്തിനും രാജ്യത്തിനും ലോകത്തിനും അവരനുഗ്രഹങ്ങളായിട്ട് മാറും. ഈ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടി, പരിശുദ്ധാത്മാവിന് നമ്മൾ ഓരോരുത്തരും പൂരിതരാകണം. മൂന്നാമത്, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് സമാപനത്തിലേക്ക് വരികയാണ്. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 33-ാമത്തെ വചനമാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവയെല്ലാം ലഭിക്കും. ദൈവരാജ്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തി ഒന്നിനും കുറവുണ്ടാവില്ല. ആ വ്യക്തി ഒന്നിനും കുറവുണ്ടാവില്ല. ആ വ്യക്തിക്ക് കുറവ് വരുന്നത് ആ ദൈവത്തിനത് മോശക്കേടത്. പ്രിയമുള്ളവരെ, ആ വ്യക്തിയെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കും. അവരെ തലമുറകൾക്ക് അനുഗ്രഹങ്ങളായിട്ട് മാറും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. എല്ലാ മക്കളിലും പരിശുദ്ധാത്മാവ് നിറയണം. ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളിലും ദൈവരാജ്യം വരണം, പരിശുദ്ധാത്മാവ് നിറയണം. എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ഭരണത്തിന് കീഴിൽ വരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിട്ട് മാറണം. ദൈവരാജ്യത്തിന് സമർപ്പിച്ചൊരു ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ഓർക്കുക, ഒന്നിനും കുറവുണ്ടാവില്ല. എവരിത്തിങ് വിൽ ബി ആഡഡ്. എവരിത്തിങ് വിൽ ബി ആഡഡ്. എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അവരുടെ പേര് കർത്താവിൻ്റെ ബുക്കിൽ എഴുതി വയ്ക്കും. കർത്താവിൻ്റെ ബുക്കിൽ എഴുതി വയ്ക്കും. അവർ സ്വർഗത്തിന് അവകാശികളാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്ന്. യോഹന്നാൻ 12:26 വചനമാണ്. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ അവനുള്ള പ്രതിഫലം ഞാനായിരിക്കുന്നോടത്ത് എൻ്റെ ശുശ്രൂഷകനായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കുന്നു. ഇതിലും വലിയൊരു ബഹുമതി എന്താണ് നമുക്ക് കിട്ടാനുള്ളത് പ്രിയമുള്ളവരെ? എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കണം, കുരിശെടുത്ത് അനുഗമിക്കണം, ഈശോ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. അപ്പോൾ കിട്ടുന്ന പ്രതിഫലമാണ് എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കുന്നു. ഞാനായിരിക്കുന്നോടത്ത് എൻ്റെ ശുശ്രൂഷകനായിരിക്കും. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമാണ് പ്രിയമുള്ളവരെ. അവർ തലമുറകൾക്ക് അനുഗ്രഹങ്ങളാണ്. അവർ നിത്യജീവൻ്റെ പാതയിലാണ്. അവർ അനേകരെ നിത്യജീവനിലേക്ക് നയിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ കേട്ട കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിക്കുക. ഭൂമിയിലെ ജീവിതം വളരെ ചെറുതാണ്. 70 കയറിയാൽ 80 എന്നാണ് സങ്കീർത്തകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ചുരുങ്ങിയ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമാകണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ തലമുറകൾക്ക് അനുഗ്രഹമാകണമെങ്കിൽ വ്യക്തിപരമായൊരു വിശുദ്ധീകരണം, അതിനുശേഷം വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയണം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. ദൈവരാജ്യത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.